മങ്ങാട് അടിപ്പാത നിർമ്മാണം എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് കൊല്ലം നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ഈ കൊല്ലം കോർപ്പറേഷനിൽപ്പെടുന്ന മങ്ങാട് ഡിവിഷൻ. ഇവിടെ ബോർഡ് കാണാം. കൊല്ലം എം പിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പൊതുസംവാദത്തിന് തയ്യാർ. സ്ഥലവും സമയവും തീയതിയും എം പിയും തീരുമാനിക്കാം. ആരാണ് വഞ്ചകരെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. മങ്ങാട് ജനകീയ കൂട്ടായ്മ. പക്ഷേ ഈ വെല്ലുവിളി ഇതുവരെ പ്രേമചന്ദ്രൻ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇനി ഇതിൻ്റെ സംഭവ കഥയിലേക്കാണ് നമ്മളിനി കിടക്കുന്നത്. മങ്ങാട് ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്ന ആവശ്യം മണ്ണിൻ്റെ മക്കൾ വാദം മാത്രമല്ല, അനിവാര്യമായ ആവശ്യമായിരുന്നു. നൂറുകണക്കിന് കുടുംബങ്ങളുടെ മനസമാധാനം ഇല്ലാതാക്കിയ തീരുമാനമായിരുന്നു മങ്ങാട് ജംഗ്ഷനിൽ നിന്ന് അശാസ്ത്രീയമായി അടിപ്പാത 1 കിലോമീറ്റർ അകലെ 2 വശത്തായി സ്ഥാപിച്ചത്. ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് കാത്തിരുന്ന മങ്ങാട് ജനകീയ സമിതി ശരിക്കും വഞ്ചിതരായി. ചന്തയും പ്രാഥമികാരോഗ്യ കേന്ദ്രവും ബാങ്കും സ്കൂളുമൊക്കെ അതിർത്തിക്കപ്പുറം പോലെയുമായി. ഈ ജംഗ്ഷന് സമീപം ഒരു അടിപ്പാതയുണ്ടെന്ന് NK പ്രേമചന്ദ്രൻ MP നിതിൻ ഗഡ്കരിയിൽ നിന്ന് കിട്ടിയ ലെറ്റർ പ്രകാരം ഞങ്ങളെല്ലാം ഈ പറഞ്ഞ ഡേറ്റഡ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കൺസ്ട്രക്ഷൻ ഇതിന് ഒരു 100 മീറ്റർ തെക്കോട്ട് മാറി വരേണ്ടത് നാളെ ഇതുവരെ നടന്നതില്ല. അങ്ങനെ ജനകീയ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമരങ്ങൾ പലതും നടത്തി. പക്ഷേ അവസാനം ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിൽ 2 ചെറിയ അടിപ്പാതകൾ, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത രീതിയിൽ 2 അറ്റത്തിന് 2 കൊടുത്തേക്കാണ്. ഇപ്പോഴും ഈ നാട്ടിൽ ജനങ്ങൾ കഴിഞ്ഞ ഒരു ദിവസവും ഇവിടെ വാഹനാപകടത്തിൽ ഈ സ്കൂളിലൊരു കുട്ടി മരിച്ചു. അത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ കിടന്ന് വലയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്. അവിടെ 80 വയസ്സിന് മുകളിലുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഈ സൊസൈറ്റിയിൽ വരണം, പോസ്റ്റ് ഓഫീസിൽ വരണം, നീതി സ്റ്റോറിൽ വരണം, പിന്നെ മരുന്ന് വാങ്ങിക്കാൻ വരണം, സ്കൂളിൽ പോകണം. ഏറ്റവും അത്യാവശ്യം സ്കൂളിൽ പോകണം. വഴി അടച്ചല്ലേ, വഴി അടച്ചതിന് നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ? ഇപ്പം വഴി വേണം, ഞങ്ങൾക്ക് പോയും വരെയും ചെയ്യണ്ടേ, അതിനുള്ളടം നോക്കണം. ഇനി മങ്ങാട് ജംഗ്ഷനിൽ അടിപ്പാത കിട്ടി എന്നറിയിച്ച കൊല്ലം MP പേരിൽ RSPയുടെ ബോർഡും സ്ഥാപിച്ചു. ഇത് വിശ്വസിച്ച മങ്ങാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ മണ്ടന്മാരാക്കി. നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നീക്കുപോക്ക് ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും പ്രാവർത്തികമായി കണ്ടിട്ടില്ല. സ്ഥലത്തെ കോൺഗ്രസ്സുകാർ പോലും തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് പറയുന്നു. ഇതിപ്പം ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. ഇപ്പം മുമ്പ് ഒരു വലിയ ഫ്ലക്സ് ഈ ഗഡ്കരിയുടെ ലെറ്റർ അതിനകത്ത് കാണിച്ച് മങ്ങാട് ജംഗ്ഷനിൽ പിന്നെ ഒരു വലിയ അടിപ്പാത ഉണ്ട് എന്ന് പ്രേമചന്ദ്രൻ്റെ പടം വെച്ചാണ് ഇത് ബോർഡ് വെച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി, ജംഗ്ഷനിൽ എന്തായാലും വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. അപ്പം ഈ ജംഗ്ഷനെ പറ്റിയും ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ബാഹുല്യത്തെ പറ്റിയും ഇതൊക്കെ നേരിട്ടറിയാവുന്നതാണ് ഞങ്ങൾ MP. പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഈ പ്രദേശങ്ങളെല്ലാം നല്ലോണം അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ അടിപ്പാത ഗഡ്കരി കേന്ദ്രമന്ത്രി അനുവദിച്ചിട്ട് പോലും ഈ അടിപ്പാത മങ്ങാട് ജംഗ്ഷനിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് MP താല്പര്യമാണെന്നാണ്. MP മാത്രം താല്പര്യം. കാരണം ഞങ്ങൾ 23 തവണ MP വീട്ടിൽ പോയി. 23 തവണ, 1-2 പ്രാവശ്യമല്ല. ആ 23 തവണയും ഞങ്ങളെടുത്ത് MP പറഞ്ഞത് നമുക്കത് പരിഹരിക്കാം, നിങ്ങളെ കാര്യം എനിക്കറിഞ്ഞൂടായോ, പരിഹരിക്കാമെന്ന് അവസാന നിമിഷം വരെ പറഞ്ഞു. മങ്ങാട് ജനകീയ സമിതിയിൽ നിന്ന് RSPക്കാരും BJPക്കാരും പൊടിയും തട്ടി സ്ഥലം വിട്ടതോടെ അടിപ്പാത അട്ടിമറിച്ചുവെന്ന സത്യം നാട്ടുകാർ ജാതിമത രാഷ്ട്രീയഭേദമന്യേ തിരിച്ചറിഞ്ഞു. മങ്ങാടിനെ വഞ്ചിച്ച MP. മങ്ങാട് മാർക്കറ്റിന് സമീപം അനുവദിച്ച അടിപ്പാത വർഗീയ കൂട്ടുകക്ഷികൾക്കും ഭൂമാഫികൾക്കും വേണ്ടി വടക്കേയറ്റം പാലത്തിനടിയിൽ വെള്ളക്കെട്ടിൽ സ്ഥാപിച്ച മങ്ങാട് ജനതയെ വഞ്ചിച്ചു. ഇങ്ങനെ ഒരു പോസ്റ്റർ കൂടി നമ്മുടെ ഈ മങ്ങാട് ഇവിടെ പ്രദേശത്തിലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇതാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ അതേസമയം NK പ്രേമചന്ദ്രൻ തന്നാലാവുന്നതെല്ലാം ചെയ്തു എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചനയും. മങ്ങാട് നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.